ഫസ്റ്റ് കേസ് റീസോൾ കഴിഞ്ഞ ടയറാണ്ടായിരുന്നത്. ആ റീസോൾ ചെയ്ത ടയറാണ് ഈ ഒരു രീതിയിൽ നമുക്ക് ക്രാക്ക് വന്നത്. അതുപോലെ തന്നെ ഇതുണ്ടോ, ഈ ഒരു ഇതിൽ മൊത്തം മറ്റേത് പച്ചപ്പ് ഈ ഒരു ബോഡി പാനലൊക്കെ ഇത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ വള്ളിപ്പടർപ്പൊക്കെ പിടിക്കാൻ തുടങ്ങിയെന്ന് പറയാം. നമുക്ക് ഫുള്ള് പൊടി മണ്ണൊക്കെ പടിച്ച് ആകെ നാശകോശം എന്നുള്ള അവസ്ഥയാണ്. ഇപ്പോൾ ഈ ഒരു സീറ്റ് കവറും കാര്യങ്ങളൊക്കെ മാറ്റാതെ മൊത്തം പൊടി പിടിച്ച് ആകെ നാശകോശമായി. ബാറ്ററിയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലാസ്റ്റ് വ്ലോഗ്സിന് മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ പറമ്പിലാണ്, നമ്മുടെ പമ്പിൻ്റെ തൊട്ടിപ്പുറത്താണ്. ഇത് കണ്ടില്ലേ, നമ്മുടെ ബസ്സുകളൊക്കെ രണ്ടെണ്ണം അവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ ദേവാസ് ഇവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളൂരാൻ്റെ ബാക്കിയുള്ള വണ്ടികളെല്ലാം കിടക്കുന്നുണ്ട്. സംഗതി എന്തായാലും നമ്മൾ ഒരുപാട് ബാക്കിയുള്ള വണ്ടികളുടെ വീഡിയോസ് എല്ലാം ചെയ്തു. പക്ഷേ എന്ത് ചെയ്യാം, നമ്മുടെ വണ്ടിയൊക്കെ ഇപ്പോൾ ട്രിപ്പുകളില്ല. കാരണം എന്താ വെച്ചാൽ ദുരിതം എന്ന് പറയുന്ന തമ്മിൽ കണ്ട പോലെ തന്നെ എന്ന് തീരും ഈ ദുരിതം എന്ന് നമുക്ക് തന്നെ അറിയില്ല. ഇപ്പോൾ ടൂറിസ്റ്റ് ബസ്സുകളാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൈൻ ബസ്സുകളുടെ കാര്യമാണെങ്കിൽ അതിലും കഷ്ടമാണ്. ഇതാണ്ടോ, നമ്മുടെ വെള്ളൂരാണ്ട് ഒരു ബസ്സാണ് ഈ നിൽക്കുന്നത്. ഈ ബസ്സിൻ്റെ ഇനി അടിമുടി പെയിൻറ്റ് ഫുള്ള് ഉരച്ച് കളഞ്ഞിട്ടല്ലാതെ ഈ ഒരു സെറ്റപ്പ് റെഡിയാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ വിനുവേട്ടൻ്റെ ഒരു ഇതിലുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ടയറിൻ്റെ ഭാഗം നോക്കി നോക്ക്. ഫസ്റ്റ് കേസ് റീസോൾ കഴിഞ്ഞ ടയറാണ്ടായിരുന്നത്. ആ റീസോൾ ചെയ്ത ടയറാണ് ഈ ഒരു രീതിയിൽ നമുക്ക് ക്രാക്ക് വന്നത്. ഇനി ഈ ടയർ ഇട്ടിട്ടൊന്നും ഒരിക്കലും റോട്ടിലേക്ക് ഈ ഒരു വണ്ടി ഇറക്കാൻ സാധിക്കില്ല എന്ന് പറയാം. കാരണം ഈ ഒരു വിണ്ട പാട് ഒന്ന് അനങ്ങുമ്പോഴേക്കും പൊട്ടിയിട്ട് വരും. അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളും പെയിൻറ്റിൻ്റെ ഭാഗമാണ്, പെയിൻറ്റ് മൊത്തം പോയി. അതുപോലെ തന്നെ ടയർ ഓൾറെഡി പോയി എന്ന് തന്നെ പറയാം. ഇത് ഏതാണ്ട് ഒരു വർഷത്തോളമായിട്ട് നിർത്തിയിട്ട് വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വർഷം ആവണേ ഉള്ളൂ എന്ന് പറയാം. അതുപോലെ തന്നെ ഇതുണ്ടോ, ഈ ഒരു ഇതിൽ മൊത്തം മറ്റേത് പച്ചപ്പ് ഒക്കെ ഒലിച്ച് ആകെ നാശകോശമായിരുന്നു. അതുപോലെ തന്നെ തുരുമ്പാണെങ്കിലും ഇനി ഒരു പക്ഷേ ഈ വണ്ടി ചിലപ്പോൾ റോഡിലേക്ക് ഇറങ്ങാൻ തന്നെ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. ഇതിലും മോശമായിട്ട് കിടക്കുന്ന ഒരുപാട് വണ്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയാം. പക്ഷേ ഇതൊക്കെ ഉണ്ടോ, ഈ ഒരു ബോഡി പാനലൊക്കെ ഇത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ടെസ്റ്റും കിട്ടില്ല, ഒന്നും ചെയ്യില്ല. അതുപോലത്തെ നല്ലൊരു തുക തന്നെ വേണം എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ എന്താണ് അനിരുദ്ധാണെന്ന് നമ്മുടെ കൂടെ വീഡിയോ എടുക്കാൻ വന്നത്. വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കണം നമ്മുടെ കഷ്ടപ്പാട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പല ന്യൂസുകാരും ടൂറിസ്റ്റ് ബസ്സുകൾ അനുഭവിക്കുന്ന പല കഷ്ടപ്പാടും എന്നുള്ള രീതിയിൽ ന്യൂസ് ചെയ്യുന്നുണ്ട്. എങ്കിലും സർക്കാരിൻ്റെ മുന്നിൽ ആ ഒരു ന്യൂസൊന്നും വലിയ ന്യൂസായിട്ട് അവർക്ക് തോന്നുന്നതന്നെയില്ല എന്ന് തന്നെ പറയാം. കാരണം ഇത്രയും വലിയൊരു വാഹനം നമുക്ക് ഒരു 3 മാസം കൂടുമ്പോൾ 40,000-ൽ കൂടുതൽ ടാക്സ്, നോൺ പുഷ് ബാക്ക് വണ്ടിയും 50,000 രൂപ ടാക്സ് പുഷ് ബാക്ക് വണ്ടികളായിട്ട് നമ്മൾ അടയ്ക്കുന്നുണ്ട്. ഈ ഒരു അടച്ച സംഗതി നമുക്ക് അത് കിട്ടിയാൽ സർക്കാരിൻ്റെ ഖജനാവ് എന്നറിയുമെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇത് കണ്ടില്ലേ, നമുക്ക് ടാക്സുകൾ ഒഴിവാക്കി തരുന്നില്ല. ഒഴിവാക്കിയാൽ തന്നെ അത് നീട്ടിത്തരുക എന്നല്ല, റദ്ദാക്കിയിട്ട് തരുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ലാസ്റ്റ് കൊടന്ന് നിർത്തിയത് എപ്പോഴാണെന്ന് അറിയോ? നമ്മളുടെ എന്താ പറയുക, നമ്മൾ കോയമ്പത്തൂരിൽ RTO പെർമിറ്റ് തന്നില്ല എന്ന് പറഞ്ഞില്ലേ, ആ ഒരു സമയത്ത് അന്ന് ട്രിപ്പ് കഴിഞ്ഞ് കൊടന്ന് നിർത്തിയ വണ്ടിയാണ്. പിന്നീട് നമുക്ക് ഇവിടുന്ന് അനക്കാന്ന് വെച്ചാൽ ഒരു ട്രിപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയാൽ തന്നെ നമുക്ക് ഓടാൻ കഴിയുമെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഇനി അടുത്ത മാസത്തേക്ക് ഇനിയിപ്പോൾ എൻക്വയറി ഉണ്ടെങ്കിലും നമുക്ക് ടാക്സ്, നമ്മൾ ട്രിപ്പ് എടുക്കാൻ പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ടാക്സ് 40,000 രൂപ ടാക്സ് അടിച്ചിട്ട് കഴിഞ്ഞ മാസം ആകെ ഓടിയത് 2 ട്രിപ്പാണ്. പിന്നീട് അടുത്ത മാസത്തേക്ക് ഇപ്പോൾ 2 ട്രിപ്പ് ഒരു മാസം എന്നുള്ള കണക്ക് നോക്കുക. അങ്ങനെ ഒരു മാസം ഏറി കൂടി ആ ഒരു 6 ട്രിപ്പ് ഉണ്ടാവും 3 മാസത്തിൽ. ഈ 3 മാസത്തിൽ 6 ട്രിപ്പിന് 40,000 രൂപ നമ്മൾ ടാക്സ് അടച്ചതിന് ശേഷം പിന്നീട് നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങളും ഇൻഷുറും ഇതൊക്കെ അടച്ചിട്ട് ഇതിന്ന് ആകെ 6 ട്രിപ്പ് ഓടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനാ കഷ്ടപ്പെടുന്നത്? അങ്ങനെ കഷ്ടപ്പെട്ട് ഓടിയിട്ട് നമുക്കൊരു പ്രയോജനമല്ല. പറയുന്നുണ്ടോ, നമ്മൾ അന്ന് ഇവന്മാരെ ഇവിടെ കുറഞ്ഞ് നിർത്തിയാണ്. കുറേ നേരം റേസ് സ്റ്റാർട്ടാക്കി നിർത്തി. പിന്നെയും ബാറ്ററി ഇറങ്ങി. ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല, ബാറ്ററി അയച്ചു കൊടുക്കുക, എന്നിട്ട് സർവീസിന് കയറ്റുക എന്നുള്ള ഒരൊറ്റ വകുപ്പേ ഉള്ളൂ. അപ്പോൾ 2 വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ പുല്ല് പോലും മുളകില്ല. ഇപ്പോൾ അടിയിലൊക്കെ ഏതാണ്ടൊക്കെ ഇപ്പോൾ വള്ളിപ്പടർപ്പൊക്കെ പിടിക്കാൻ തുടങ്ങിയെന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെ മാത്രമല്ല കേട്ടോ, നമ്മുടെ പമ്പിൻ്റെ ആ ഒരു ഗ്രൗണ്ടിൽ ഒരുപാട് വണ്ടികൾ നിൽക്കുന്നുണ്ട് എന്ന് പറയാം. ഇപ്പോൾ കൊറോണയാണ്, ഒരുപാട് പേര്. സംഗതി എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ലോക്ക്ഡൗൺ പിൻവലിച്ചതിന് ശേഷം, അതായത് കഴിഞ്ഞ വർഷം ലോക്ക്ഡൗൺ പിൻവലിച്ചിട്ട് നമുക്ക് അത്യാവശ്യം എൻക്വയറീസ് എല്ലാം വന്നിരുന്നതാണ്. അത്യാവശ്യം ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തവണ ഒരു എൻക്വയറി എന്ന് പറഞ്ഞ രീതിയിൽ നല്ല രീതിയിലുള്ള, കഴിഞ്ഞ തവണത്തെ അത്ര എൻക്വയറിയും വരുന്നില്ല. ഒന്നാമത് ജനങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, അതൊക്കെയാവും മെയിൻ പ്രശ്നം എന്ന് തോന്നുന്നു. വേണ്ട, ഇവിടെ ഒരു രാജപ്രൗഢ ബസ്സറ്റാണ് ഈ കിടക്കുന്നത്. ബാക്കി അതിൻ്റെ RF അങ്ങനെ കണ്ട് ബസ്സുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്.
നമ്മളെന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ഗ്രൗണ്ടിലാകുമ്പോൾ നമുക്ക് മാസ്ക് ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പൊതുസ്ഥലത്തുനിന്ന് കുറേ വിട്ടിട്ടാണ്, അപ്പുറത്താണ് മെയിൻ റോഡ് എന്ന് പറയാം. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് നമ്മുടെ ചെറുക്കനെ ഒന്ന് സ്റ്റാർട്ടാക്കി നിർത്തണം, എന്നിട്ടൊക്കെയാണ് ബാക്കിയുള്ള പരിപാടി നടക്കൂ. അതൊക്കെയാണ് ഗൈസ് വിശേഷം. ഇനിയിപ്പോൾ അടുത്ത പറയാനുള്ള ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് വലിയൊരു ലെങ്ത് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടല്ല, എന്നാലും നിങ്ങളുടെ മുന്നിൽ എത്തിക്കണം നമ്മുടെ കഷ്ടപ്പാട്. നമുക്കൊരു ട്രിപ്പ് ഉണ്ടെങ്കിൽ ഒരുപാട് പേരും ഉല്ലാസമായിട്ട് എന്താ ബസ്സിൽ ട്രിപ്പില്ലേ, നമുക്ക് ട്രാവലറിന് അലർജിയുള്ള ട്രിപ്പ് ഉണ്ടെങ്കിലും വലിയ വാഹനങ്ങൾക്ക് നമുക്ക് ട്രിപ്പ് കുറവാണ് എന്ന് തന്നെ പറയാം. ട്രാവലറിന് കുറവാണ്, എന്നാലും കുറവാണ് ട്രിപ്പ്. ആണ്ടിയും ചങ്ങരാന്തിക്കും ഓരോ ട്രിപ്പ് ഓടിയാൽ എന്നുള്ള രീതിയിൽ ആവശ്യത്തിന് ആ ഒരു ട്രിപ്പ് ഓടുന്നുണ്ട്. പക്ഷേ ബസ്സുകൾക്കാണ് തീരെ എൻക്വയറിയും വരുന്നില്ല എന്നും പറയാം. പക്ഷേ ഇത് കണ്ടോ, ഇനി ഇവന്മാരെയൊക്കെ മിനിക്ക് നമ്മുടെ ഇവൻ്റെയൊക്കെ അവസ്ഥ, ഇവന്ന് വെച്ചാൽ ഫുള്ള് മിനിക്ക് പണി ചെയ്തിട്ട് ഇറക്കിയതുണ്ടായിരുന്നു. അപ്പോഴേക്കും ലോക്ക്ഡൗൺ വരാനുള്ള അവസ്ഥയായി. അപ്പോൾ ആലോചിച്ച് നോക്കണം നമ്മുടെ ഓരോ ഇനി ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഓരോ കറ പോലെ ഒലിച്ചെന്ന് നമുക്ക് കഴുകിയാലൊക്കെ പോവും. പക്ഷേ ഇത് കഴുകുമ്പോഴേക്കും പറഞ്ഞിട്ട് കാര്യമില്ല സംഗതി. ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥകൾ. അങ്ങനെ നമ്മൾ വണ്ടർ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇനി ഇവനെ ഒന്ന് സ്റ്റാർട്ടാക്കണം, മെയിനായിട്ട് ഇന്ന് അതിനാ വന്ന് അല്ലേ, വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കണം. അപ്പോൾ എന്നെ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും നോക്കി നോക്കാം. എന്നാൽ എൻ്റെ നമ്മൾ ഓൾറെഡി ഓയിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്താണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഇവിടുത്തെ കുഷൻസൊക്കെ നമ്മളെടുത്ത് പിന്നിക്ക് ഇട്ടിറക്കാണ്, വേറൊന്നുമല്ല, അതാണ് ഇങ്ങനെ അലമ്പായിട്ട് കിടക്കണത്. അപ്പോൾ കുഷൻ സീറ്റൊക്കെ നമ്മളെടുത്ത് പിന്നാക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചാവി ഓണാക്കിയിട്ടുണ്ട്. എന്നിട്ട് കുഴപ്പമില്ല, അതായത് ഇവൻ്റെ ബാറ്ററി പക്ക് ചെയ്ത് കാരണം നമുക്ക് വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. നമുക്കിവൻ എയർ കയറിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്രൗണ്ടിൽ കൂടെ അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക് പുറത്തേക്ക് എടുക്കാൻ നോക്കാം. പുറത്തേക്ക് എടുക്കണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല. എങ്കിൽ നമുക്ക് ഉള്ളിൽ ഗ്രൗണ്ടിലിട്ടിട്ട് ജസ്റ്റ് അങ്ങോട്ട് കൂടെ ഒന്ന് മുമ്പാക്കം പിന്നാക്കം ഒന്ന് ആക്കിയിട്ട് നമുക്ക് ഇതാക്കാം. അപ്പോൾ എയർ ഒന്നും കയറിയിട്ടില്ല, എയർ ഫുള്ളാവട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ വണ്ടർ ലൈൻ ബസ്സിൻ്റെ ഉള്ളിലാണ്. ലൈൻ ബസ്സിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ ഒരു രീതിയിൽ നമ്മുടെ സീറ്റുകൾ ഫുള്ള് കരിമ്പന പിടിച്ച അവസ്ഥ. ഇതൊക്കെ ഫുള്ള് പൊടി മണ്ണൊക്കെ പടിച്ച് ആകെ നാശകോശം എന്നുള്ള അവസ്ഥയാണ്. ഇപ്പോൾ ഈ ഒരു സീറ്റ് കവറും കാര്യങ്ങളൊക്കെ മാറ്റാതെ നമുക്ക് ഈ ഒരു വണ്ടി പുറത്തോട്ട് റോട്ടിലോട്ട് ഇറക്കാൻ സാധിക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അത് അതിനും ദയനീയമായ അവസ്ഥയാണ്. നമ്മുടെ ലേലാൻ്റെ ഒക്കെ ഇരിക്കണം, അൻഡുത പിടിച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലേലാൻഡിൻ്റെ സ്റ്റിയറിങ്ങും ഒക്കെ പാടെ ഇടുന്നുണ്ടോ. ഈ ഒരു അവസ്ഥയിലാണ് മൊത്തം പൊടി പിടിച്ച് ആകെ നാശകോശമായി. ബാറ്ററിയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. മെയിൻ ഗ്ലാസ് കണ്ടില്ലേ, മെയിൻ ഗ്ലാസിൻ്റെ അവസ്ഥയും ഏതാണ്ടൊക്കെ തന്നെയാണ്. നമ്മുടെ വണ്ടി അവിടെ നിൽക്കുന്നുണ്ട്, സ്റ്റാർട്ടാക്കി നിർത്തിയിട്ടുള്ളൂ. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത്. ആകെ ഫുൾ പുകഞ്ഞ അവസ്ഥയാണ്. എന്താ പറയുക, നമുക്ക് ഈ ഒരു സ്ഥിതിയിൽ നിന്ന് നമ്മുടെ സർക്കാരിന് നമ്മളെ രക്ഷപ്പെടുത്താൻ എന്ന് പറയട്ടു. സർക്കാരിൻ്റെ ആനുകൂല്യം ഇല്ലെങ്കിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ പെട്ടു എന്ന് പറയാം. അപ്പോൾ എൻ്റെ ഇത് ഇറങ്ങി, എൻ്റെ ഇത് ഡോറടക്കട ഇറങ്ങിയിട്ട് ഇപ്പോൾ ഫുള്ള് വണ്ടി ഇതായിട്ടില്ല. നമ്മൾ എയർ കയറിയിട്ട് നമുക്ക് അവനൊന്ന് പുറത്തേക്ക് ഇറക്കണം. ഓക്കെ, അതുപോലെ തന്നെ ബാക്ക് എയർ ഏതാണ്ടൊക്കെ കയറി എന്ന് പറയാം. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അനക്കി നോക്കാം. അനക്കിയിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കിയിട്ടില്ലെങ്കിൽ ടയറിൻ്റെ ഭാഗങ്ങളൊക്കെ നാശമാവും. ഇവന്മാർ നമ്മൾ ഇടയ്ക്ക് സ്റ്റാർട്ടാക്കാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് സ്റ്റാർട്ടാക്കിയിട്ട് എന്തെങ്കിലും നമ്മൾ ജമ്പറിങ് ബാറ്ററി ഒക്കെ കൊടുത്തിട്ട് ഇടയ്ക്ക് സ്റ്റാർട്ടാക്കാറൊക്കെ ഉണ്ട്. ഓക്കെ,
ചെറുക്കന് അങ്ങനെ നമ്മളിതാ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതാണ് എൻ്റെ അടുത്ത് എല്ലാവരും ഇറങ്ങാനായി. സംഗതി ഉച്ചയായി, 1 മണിയാവാറായി എന്ന് പറയാം. അപ്പോൾ 2 അവന്മാർ അവിടെ ഉണ്ട്. അവന്മാരെ ഏതാണ്ടൊക്കെ സ്റ്റാർട്ടാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നീട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സെഡ് പ്രോ എന്ന് പറഞ്ഞു. അത് നമ്മുടെ സെഡ് പ്രോ അല്ല, സെഡ് BMR ആണ്. അപ്പോൾ ആ ഒരു തെറ്റ് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഒരുപാട് പേര് കമൻറ്റ് താഴ്ത്ത് പറഞ്ഞിരുന്നു, അപ്പോൾ അത് കാരണമാണ്. അപ്പോൾ എന്തായാലും വെരി സോറി, തെറ്റ് ഒരുപാട് പേര് ചൂണ്ടിക്കാണിച്ച കാരണമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ 10,000 കൂടുതൽ ഫോളോവേഴ്സ് ആയിരിക്കുന്നു. അത് സന്തോഷ വാർത്ത നിങ്ങളെ എല്ലാവരും അറിയിക്കുകയാണ്. ഇനി എന്തായാലും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും കയറി ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ അടുത്തൊരു പുതുത്തം വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരും വരെ ബൈ, ടേക്ക് കെയർ, സൈനിങ് ഓഫ്.